ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ലോഞ്ച് വെഹിക്കിൾസിനെ കുറിച്ച് മനസ്സിലാക്കി. ഈ വീഡിയോയിൽ ഓപ്പറേഷണൽ ആയിട്ടുള്ള കറണ്ട് ആയിട്ടുള്ള ആക്റ്റീവ് റോക്കറ്റ്സ് ഏതൊക്കെയൊക്കെയാണ് കറണ്ട് ആയിട്ടുള്ള മിഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ PSLV ആണ്. PSLV ഇസ് പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ഇതാണ് വർക്ക് ഹൗസ് ഓഫ് ഇസ്രോ എന്നറിയപ്പെടുന്നത്. വിച്ച് മീൻസ് ഒരുപാടധികം സാറ്റലൈറ്റ്സ്, നമ്പർ ഓഫ് സാറ്റലൈറ്റ്സ്, ഈവൻ ഫോറിൻ ആയിട്ടുള്ള ലോഞ്ചസിന് പോലും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് PSLV യൂസ് ചെയ്തിട്ട്. സോ ദർ ആർ 4 സ്റ്റേജസ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സോളിഡ് ആയിട്ടുള്ള ഒരു ബൂസ്റ്റർ വെച്ചിട്ട് ഇനീഷ്യൽ ആയിട്ടുള്ള ത്രസ്റ്റ്, അതായത് ഭൂമിയിൽ ഇങ്ങനെ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്ത് ആ പ്രഷറിൽ അത് മേലോട്ട് പോകുന്ന ഒരു സംഭവമാണ്. ആ സോളിഡ് ആയിട്ടുള്ള പോസ്റ്ററാണ് ആദ്യത്തെ സ്റ്റേജിൽ യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റേജിൽ ഒരു ലിക്വിഡ് എഞ്ചിനാണ്. ദാറ്റ്സ് എ ഫസ്റ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വികസിപ്പിച്ചെടുത്ത ലിക്വിഡ് എഞ്ചിനാണ്, വികാസ് എഞ്ചിൻ എന്ന് പറയുന്നത്, വിച്ച് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ് വിച്ച് നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ അതാണ് സെക്കൻഡ് സ്റ്റേജിൽ വരുന്നത്. തേർഡ് സ്റ്റേജിൽ ഇറ്റ്സ് എ സോളിഡ് സ്റ്റേറ്റ് അഗൈൻ, ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് വിത്ത് ട്വിൻ എഞ്ചിൻസ് യൂസിങ് ഒരു ലിക്വിഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് തന്നെയാണ്. അതിലാണ് നമ്മുടെ ആ ഒരു സാറ്റലൈറ്റിന് പ്രോപ്പറായിട്ട് ഓർബിറ്റിൽ പ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കേപ്പബിലിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന് എനോമറസ് ആയിട്ടുള്ള റിലയബിലിറ്റി ഉണ്ട് ഈ ഒരു സംഭവത്തിന്. സോ ദാറ്റ് നമ്പർ ഓഫ് സാറ്റലൈറ്റ്സിന് നമ്മൾ ജിയോ സിൻക്രണൈസും അതുപോലെ തന്നെ ജിയോ സ്റ്റേഷനറി ഓർബിറ്റ്സിൽ എത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം. അതിൽ നമ്മൾ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ലോഞ്ചസ് നമുക്കറിയാവുന്ന ചന്ദ്രയാൻ 1 നമ്മുടെ ആദ്യത്തെ മൂൺ മിഷനായിരുന്നു. അതുപോലെ തന്നെ മംഗൾയാൻ നമ്മുടെ ആദ്യത്തെ നേഷനാണ്. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ മാസിലേക്ക് എത്തിക്കാൻ പറ്റുക എന്നുള്ളൊരു കാര്യം ചെയ്തത് ഇന്ത്യയാണ്. 2013 ആ ലോഞ്ച് നടന്നത്. അതും PSLV വെച്ചിട്ട് തന്നെയായിരുന്നു. ആദ്യത്തെ L1 നമ്മുടെ സൂര്യൻ്റെ ആദ്യത്തെ ഒബ്സർവേറ്ററി ആയിട്ടുള്ള ആദ്യത്തെ L1 വിച്ച് വി ലോഞ്ച്ഡ് ഇന്ത്യ 2023, അതും യൂസ് ചെയ്യുന്നത് PSLV വെച്ചിട്ട് തന്നെയായിരുന്നു. പിന്നെ ഒരു വേൾഡ് റെക്കോർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് 104 സാറ്റലൈറ്റ്സിനെ ഒരു സിംഗിൾ ഫ്ലൈറ്റിൽ എത്തിച്ചു. അതായത് 103 നാനോ സാറ്റലൈറ്റ്സിനെയും ഒരു കാർട്ടോസ്റ്റാറ്റിനെയും നമ്മൾ എത്തിച്ചു എന്നുള്ളൊരു 104 ഒരുമിച്ച്. ദാറ്റ് ഈസ് എ വേൾഡ് റെക്കോർഡ് ആക്ച്വലി. ഇതെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്ന PSLV വെച്ചിട്ടാണ്, വിച്ച് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ലോഞ്ച് വെഹിക്കിൾ. സെക്കൻഡ് ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്നത് GSLV MK2 ആണ്. ഇതിലും ഇതുപോലെ തന്നെ 3 സ്റ്റേജസ് ആണുള്ളത്. ആദ്യത്തെ സോളിഡ് ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലിക്വിഡ്, ആ പറയുന്ന സെയിം വികാസ് എഞ്ചിൻ യൂസ് ചെയ്തിട്ട്. ആൻഡ് ദ തേർഡ് സ്റ്റേജ് ഇസ് എ ക്രയോജനിക് അപ്പർ സ്റ്റേജ്. ക്രയോജനിക് അപ്പർ സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രയോജനിക് സ്റ്റേജ് ആണ് വേർ ദ ലിക്വിഡ് ഹൈഡ്രജൻ ആസ് വെൽ ആസ് എ ലിക്വിഡ് ഓക്സിജൻ, ഇത് രണ്ടും ഒരു കോമ്പിനേഷൻസും കൂടിയിട്ട് നല്ല രീതിക്ക് ഒരു ത്രസ്റ്റ് എക്സേർട്ട് ചെയ്യും. ഇറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി പ്രൊവൈഡിങ് എ മച്ച് മോർ ത്രസ്റ്റ്. ആ ത്രസ്റ്റ് കൊണ്ട് വാട്ട് ഹാപ്പൻസ് ഇസ് കുറച്ചുകൂടി മോർ വെയിറ്റ് കേപ്പബിലിറ്റി അതിൽ പോസിബിൾ. 2500 കിലോഗ്രാമോളം പേലോഡ് നമുക്ക് അതിൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സംഭവം. അതിൽ മെയിൻ ആയിട്ടുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ലോഞ്ചസ് എന്ന് പറയുന്നത് 2014, 17, 23 ആദ്യത്തെ ഒരു ഇൻഡിജിനസ് ആയിട്ടുള്ള ക്രയോജനിക് അപ്പർ സ്റ്റേജ് ആദ്യമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ മിഷൻ ചെയ്തിരിക്കുന്നു. ആൻഡ് സെക്കൻഡ് എന്ന് പറയുന്നത് GSAT-9 ആയിരുന്നു. തേർഡ് വൺ NVS-01 ആണ്. ഈ NVS എന്ന് പറയുന്ന സാധനം NAVIC ആണ്. ദാറ്റ് ഇസ് എ സെക്കൻഡ് ജനറേഷൻ ആദ്യത്തെ സാറ്റലൈറ്റ് ആയിരുന്നു ഈ പറയുന്ന 2023 നമ്മൾ GSLV വെച്ചിട്ട് വിക്ഷേപിച്ചത്. ഇനി മൂന്നാമത്തെ ഒരു ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്നത് LVM-3 ആണ്. LVM-3 എന്ന് പറയുന്നത് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3. ദിസ് ഈസ് ആക്ച്വലി ദ ഹെവിയസ്റ്റ് ഓപ്പറേഷണൽ റോക്കറ്റ്. ഏറ്റവും കൂടുതൽ ഹെവിയസ്റ്റ് ആയിട്ടുള്ള റോക്കറ്റ്, ഏറ്റവും കൂടുതൽ ആക്ച്വലി ഫാറ്റ് ബോയ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്, ബാഹുബലി എന്നൊക്കെ പറയുന്നത്. അതായത് 8000 കിലോഗ്രാം വരെ കേപ്പബിലിറ്റി ഉള്ളതാണ്. ഇതിൽ 3 സ്റ്റേജസ് ആണുള്ളത്. ആദ്യത്തെ എന്ന് പറയുന്നത് സോളിഡ്, രണ്ടാമത്തേത് ലിക്വിഡ് ആണ്, സെയിം യൂസിങ് ദ വികാസ് എഞ്ചിൻ. ആൻഡ് ദ തേർഡ് വൺ ഇസ് യൂസിങ് ദ ത്രസ്റ്റ്, ക്രയോജനിക് അപ്പർ സ്റ്റേജ്. അത്രയും ത്രസ്റ്റ് നമ്മൾ താഴോട്ട് കൊടുത്തിട്ട് ആ ഒരു പ്രഷറിലാണ് ഇത്രയും വെയിറ്റ് ഉള്ള സാധനം മേലോട്ട് പോകുന്നത്. 8000 കിലോഗ്രാം വരെ, അതായത് 4000 കിലോഗ്രാം കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് GTOയിലും അതുപോലെ തന്നെ നമ്മുടെ ലോവർ എർത്തിൻ്റെ ഓർബിറ്റിലേക്ക് 8000 കിലോഗ്രാം വരെ അയക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട്. ഇതിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ലോഞ്ചസ് എന്ന് പറയുന്നത് ചന്ദ്രയാൻ 2 നമ്മൾ ലോഞ്ച് ചെയ്തത് യൂസിങ് LVM-3 ആയിരുന്നു. അതിൽ നമ്മൾ വിക്രം ലാൻഡറും പ്രയാങ്ക് റോവറൊക്കെ വിട്ടിട്ട് ചന്ദ്രയാൻ 2 നമ്മൾ ലാൻഡ് ചെയ്തു അല്ലേ. ഓർബിറ്റർ മാത്രം ഇപ്പോൾ അവിടെ ഉണ്ട്, ഇത് രണ്ടെണ്ണം പോയി അല്ലേ. ആൻഡ് ആ ഓർബിറ്ററിൻ്റെ ബലത്തിൽ നമ്മൾ ചന്ദ്രയാൻ 3 മിഷനും കൂടിയിട്ട് വിട്ടിട്ടുണ്ട്. ലൂണാറിൻ്റെ സൗത്ത് പോളിൽ പോയിട്ട് 2023 അത് നമ്മൾ ആദ്യത്തെ രാജ്യമായിരുന്നു. സൗത്ത് പോളിൽ നമ്മൾ മൂണിൻ്റെ സൗത്ത് പോളിൽ എത്തുന്ന ഫസ്റ്റ് രാജ്യം നമ്മളായിരുന്നു. സോ ഈ രണ്ട് സംഭവങ്ങൾ നമ്മൾ വിട്ടത് ഈ പറയുന്ന ഏറ്റവും ഹെവിയസ്റ്റ് ആയിട്ടുള്ള ബാഹുബലി എന്ന് അറിയപ്പെടുന്ന ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 LVM-3 വെച്ചിട്ടാണ്. ഇതിൽ തന്നെയാണ് നമ്മൾ ഭാവിയിൽ പ്ലാൻ ചെയ്യുന്ന ഗഗൻയാൻ എന്ന് പറഞ്ഞാൽ, ഗഗൻയാൻ എന്ന് വെച്ചാൽ എന്താ, ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് ആണ്. മനുഷ്യനെ അവിടെ എത്തിക്കാനുള്ള നമ്മുടെ ഒരു സംഭവം നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഓൾസോ വി ആർ പ്ലാനിങ് ബൈ യൂസിങ് ദിസ് തിങ്. ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്നത് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളാണ് SSLV. SSLVൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം, കുഞ്ഞി
സ്മോൾ അല്ലെങ്കിൽ പറയുന്ന എന്താ പറയുക വളരെ മിനി അല്ലെങ്കിൽ നാനോ ആയിട്ടുള്ള സാറ്റലൈറ്റ്സ് ഉണ്ട്. ഈ സാറ്റലൈറ്റ്സിന് ഇത്രയും വലിയ വലിയ ലോഞ്ച് വെഹിക്കിൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ വിക്ഷേപിക്കേണ്ട കാര്യമില്ലല്ലോ. ലൈക്ക് റഫ്ലി അറൗണ്ട് 500 കിലോഗ്രാം ഒക്കെ ഉള്ള സാധനമാണ്. സോ ഇതിനെ നമ്മൾ വിടാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ദാറ്റ് ഇസ് ലോഞ്ച് ഓൺ ഡിമാൻഡ് ആണ്. ഓൺ ഡിമാൻഡ് നമുക്കിപ്പോൾ പറയുന്നത് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഓൺ ഡിമാൻഡ് നമുക്ക് വിത്തിൻ 2-3 ഡേയ്സ് അതിൻ്റെ ഒരു നമുക്കത് അസംബിൾ ചെയ്യാൻ പറ്റും ആൻഡ് വി ക്യാൻ ജസ്റ്റ് ഡു ഇറ്റ്. അപ്പം എല്ലാ സ്റ്റേജസും സോളിഡ് തന്നെയാണ്. വി ഡിഡ്ന്റ് വാണ്ട് ദിസ് ലിക്വിഡ് കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമൊന്നും വേണ്ട. വളരെ സ്പീഡായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാ സ്റ്റേജസും സോളിഡിൽ തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സ്മോൾ ആയിട്ടുള്ള SLV ആണ്. അപ്പോൾ അതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് PSLV വിൽ ബി ടേക്കിംഗ് അറൗണ്ട് 2 മാസം ടു ഫോം ആൻഡ് അസംബിൾ. പക്ഷേ ഇത് അസംബിൾ ചെയ്യാനായിട്ട് വെറും 72 മണിക്കൂർ മതി എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. നമ്മളിത് കുറച്ചുകൂടി നല്ല ചീപ്പർ ആക്കുകയാണ്. ഈ സ്റ്റാർലിങ്ക് പോലെയുള്ള ക്ലയൻസ് അല്ലെങ്കിൽ ഓൺ വെബ് പോലെയുള്ള ക്ലയൻസിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി ചീപ്പർ ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഒന്നുകൂടെ പറയാം, PSLV എന്ന് പറയുന്നത് എർത്തിൻ്റെ ഒബ്സർവേഷന് വേണ്ടിയിട്ട് ഉള്ള കാര്യം. ഇതിൻ്റെ കപ്പാസിറ്റി 1750 കിലോഗ്രാം ആണ്. അതിൽ 4 സ്റ്റേജസ് ആണുള്ളത്: സോളിഡ് ലിക്വിഡ് ആൻഡ് അവിടെ ക്രയോജനിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. സോളിഡ് ആയിട്ടുള്ള 6 സ്ട്രാപ്പ് ഓൺസ് ആണ് അതിലുണ്ടാവുക. മാസിൻ്റെ ഓർബിറ്റിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. അതുപോലെ EOS 06 അതിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഈ PSLV പോലെ തന്നെയാണ് ഈ SSLV എന്ന് പറയുന്നത്. കാരണം ഇതിലും എന്തില്ല, ക്രയോജനിക് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. പിന്നെ 3 സംഭവങ്ങളുണ്ട്, 3ഉം സോളിഡിൽ തന്നെയാണ്. 500 കിലോഗ്രാം വളരെ ചെറിയ മൈക്രോ അല്ലെങ്കിൽ നാനോ ആയിട്ടുള്ള സാറ്റലൈറ്റ്സ് ആണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് GSLVയും അതുപോലെ തന്നെ LVM-3 ആണ്. GSLV എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നു. 2500 കിലോഗ്രാം വരെ നമുക്ക് പറ്റും. അതുപോലെ തന്നെ 3 സ്റ്റേജസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് സോളിഡ്, സെക്കൻഡ് സ്റ്റേജ് ലിക്വിഡ് ആൻഡ് തേർഡ് തിങ് ഇസ് ക്രയോ. പിന്നെ അതുപോലെ തന്നെ ക്രയോജനിക് നമ്മളിതിൽ ഇടുന്നുണ്ടെന്ന് മാത്രമല്ല, അതിന് നമ്മൾ GSAT സീരീസും NVS-1ഉം അങ്ങനെ ഒരുപാട് അധികം ലോഞ്ചസ് നമ്മൾ ഇതിൽ നടത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി നല്ല ഹെവി ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് LVM-3 എന്ന് പറയുന്നത്. അതാണ് നമ്മളിപ്പോൾ ചന്ദ്രയാൻ 3ന് വേണ്ടി യൂസ് ചെയ്ത്, അതുപോലെ തന്നെ ഗഗൻയാനിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതിലും എന്തുണ്ട്, ക്രയോജനിക് ഉണ്ട്. 4000 kg വരെ നമ്മൾ GTOയിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെ ലോവർ ആയിട്ടുള്ള എർത്തിൻ്റെ ഓർബിറ്റിലേക്ക് അബൌട്ട് 8000 kgയോളം വിക്ഷേപിക്കാനുള്ള കേപ്പബിലിറ്റി LVM-3 ഉണ്ട്. സോ ദിസ് ഇസ് ഓൾസോ നോൺ ആസ് ലൈക്ക് ഫാറ്റ് ബോയ് ബാഹുബലി എന്നൊക്കെ അറിയുന്ന കാര്യമാണ്. അതിന് ഫ്യൂച്ചർ ആയിട്ടുള്ള എന്തൊക്കെ റോക്കറ്റ്സ് ആണ് അല്ലെങ്കിൽ ലൈക്ക് ലോഞ്ചിങ് വെഹിക്കിൾസ് ആണുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.